ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ സ്വീറ്റ് കോൺ ആണ് കേട്ടോ. സ്വീറ്റ് കോണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ മിച്ചു ഇടക്കിടക്ക് വാങ്ങലുണ്ട്. അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ നമുക്ക് വേണ്ടത്ര കഴിക്കുകയും ചെയ്യാം. നമ്മൾ മാളിലൊക്കെ പോയി കഴിക്കുമ്പോൾ കുറച്ചല്ലേ കിട്ടുള്ളൂ. എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ മാളിൽ അല്ലെങ്കിൽ സ്വീറ്റ് കോൺ എവിടെ കണ്ടാലും ഞാൻ അവിടെ ഒന്ന് നിർത്തും. അവിടെ നിർത്തിയിട്ട് അത് വാങ്ങി കഴിച്ചിട്ടേ പിന്നെ അവിടെ നിന്ന് ഞാൻ നീങ്ങുള്ളൂ കേട്ടോ. എവിടെ മാളിൽ പോയാലും ഒക്കെ അങ്ങനെ തന്നെ. പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാൻ വാങ്ങിയാലുണ്ട്, കഴിക്കാറുണ്ട് സ്വീറ്റ് കോൺ. അത് പല ഫ്ലേവറിലും കിട്ടുമല്ലോ അല്ലേ. നമുക്കും ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മാളിലൊക്കെ കിട്ടുന്ന അതേ ഇതിൽ. പിന്നെ ഈ കോണ് വാങ്ങാൻ അറിയാത്തവരെ ഇത് വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ പുഴുങ്ങുന്ന കോണും കിട്ടും, സ്വീറ്റ് കോണും കിട്ടും. സ്വീറ്റ് കോണിന് പിന്നെ നമ്മൾ വാങ്ങിയിട്ടാണോ എന്നറിയില്ല, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്വീറ്റ് കോണിന് കുറച്ച് വണ്ണവും വലിപ്പവും തടിയൊക്കെ ഉണ്ടാവും. മറ്റേ നമ്മൾ പുഴുങ്ങുന്ന കോണിന് അത്രയും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ തോലാണെങ്കിൽ സ്വീറ്റ് കോണിനെക്കാട്ടിലും ഒന്നും കൂടി ഡാർക്കായിരിക്കും. അപ്പോൾ ഇനി വാങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി, കുറച്ച് വണ്ണം നീളമൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് തോല് ഞാൻ പൊളിക്കാമെന്ന് പറഞ്ഞു, കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കളറായിരിക്കും. ഇങ്ങനെ തോല് കളഞ്ഞാൽ ഞാൻ അത് ആരോടൊക്കെ കാണിച്ചതാണ് കേട്ടോ. മറ്റത് നമ്മൾ പുഴുങ്ങുന്ന കോണാവുമ്പം ഡാർക്ക് കളറായിരിക്കും, ഇത് ലൈറ്റ് ആയിരിക്കും. ഇതിങ്ങനെ തിന്നാലും മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് സ്വീറ്റ് കോണും സാദാ കോണും തമ്മിൽ. അപ്പോൾ പലർക്കും ഇപ്പോഴും അത് അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ തോലൊക്കെ കളഞ്ഞു. പിന്നെ ആവിയിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ട് സ്പൂൺ കൊണ്ട് അതിൻ്റെ 2 നേരം അങ്ങനെ സ്പൂൺ കൊണ്ട് കളഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ചിലർക്ക് നല്ല പാടായിരിക്കും ഇതെടുക്കാൻ. ചിലർ കത്തി കൊണ്ടൊക്കെ ഫുള്ളായിട്ട് കിട്ടാണ്ടൊക്കെ അങ്ങനെയൊക്കെ കാണാറുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ 2 സ്പൂൺ കൊണ്ട് 2 ഇതാക്കി എടുത്താൽ പെട്ടെന്ന് കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മളിതിൽ ബട്ടറിലാണ് ആക്കുക. അപ്പം ബട്ടറിലാക്കുമ്പോഴാണ് അധികം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ബട്ടർ കുറച്ച് ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 3 സ്വീറ്റ് കോണാണല്ലോ നമ്മൾ ഇതാക്കിയത്. ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ബട്ടർ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ബട്ടർ ഉരുക്കിയിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വളരെ എളുപ്പമായി. പുഴുങ്ങുന്ന സമയം ഈ അടർത്തി എടുക്കുന്ന സമയമേ ഉള്ളൂ, വേറെ ഒന്നും ഒരു പണിയില്ല കേട്ടോ. പെട്ടെന്നാവേ. അപ്പോൾ നമ്മളിതാ ബട്ടർ ഏകദേശം ഉരുകി നമ്മളിതിലിട്ട് കൊടുക്കുകയാണ്. അതിലിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പല ഇതിലും ഉണ്ടാക്കുക. ചിലർ മുളക് പൊടി ഇടും. ഞാൻ കുരുമുളക് പൊടിയാണ് ഇടാറുള്ളത്. ഇവിടെ വീട്ടിലെല്ലാവർക്കും അതാണ് ഇഷ്ടം ഒന്നുകൂടെ. അപ്പോൾ ചിലർ പിന്നെ ഞാൻ ചാറ്റ് മസാല ഇടുന്നവരുണ്ട്. നമ്മളെ ഫ്ലവറിനനുസരിച്ച് ഇടാം കേട്ടോ. ഇത് ഇടാൻ വേണ്ടതെന്ന് ഞാൻ കുരുമുളക് പൊടിയും ലെമണും ഉപ്പും ഇടാറുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി, വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ആവും, ഇത് വെന്തതാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഹാഫ് ലെമണ് ചേർക്കുന്നുള്ളൂ. പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുരുമുളക് പൊടിച്ചതുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഉമ്മയും ഉപ്പയും വന്ന വീഡിയോ ഞാൻ ഇട്ടത്, ഉമ്മ വിളിച്ചിട്ടത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തൊക്കെ കാരണം പറഞ്ഞു. പിന്നെ ഉമ്മ പറഞ്ഞതെല്ലാം നമ്മൾ കേൾക്കണ്ടേ. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻ്റാക്കി അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ റിപ്ലൈ എന്തായാലും തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു പണിയില്ല, നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം, എല്ലാവർക്കും നിറയെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നലെ 3 എണ്ണമാണ് ഞാൻ പുഴുങ്ങിയ, 5 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴുങ്ങിയതല്ല, ആവി കയറ്റിയതാണ്, മാറി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഇന്നാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. 5 എണ്ണം വീതമാണ് എപ്പോഴും കൊണ്ടുവരാറ്. അപ്പോൾ ചെറുത് 3 എണ്ണം എടുത്തതാണ് കേട്ടോ. അത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും പറയാം കേട്ടോ.
കുറേ പോരായ്മകളുണ്ടാവും, അതൊക്കെ പറയാം.